നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തുടരുന്ന ബോബി ചെമ്മണ്ണൂരിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. YS അഭിനന്ദ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അഭിനന്ദ്, എന്തൊക്കെയാണ് പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്നത് സംബന്ധിച്ച സൂചനകളുണ്ടോ? ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന മൊബൈൽ ഫോൺ ഈ കേസിൽ എത്ര നിർണായക വിവരങ്ങൾ നൽകാൻ പര്യാപ്തമാണെന്ന് അന്വേഷണ സംഘം കരുതുന്നു? വിജയകുമാർ, അതിവേഗതയിലേറെ ഒരു നടപടിയിലേക്കാണ് എറണാകുളം സെൻട്രൽ പോലീസ് കടന്നത്. ഇന്ന് വൈകിട്ട് 7:15 ഇന്നലെ പരാതി ലഭിക്കുന്നതിന് ശേഷം വയനാട്ടിലെത്തി ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ എത്തിക്കുന്നത്. ഇന്ന് രാത്രി 7:15 എറണാകുളം സെൻട്രൽ പോലീസിൽ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത്. ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 11 മണിക്കോ അല്ലെങ്കിൽ നാളെയോ വൈദ്യപരിശോധനയ്ക്കായിട്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. എന്തായാലും നിർണായകമായ രേഖകൾ അടങ്ങുന്ന ഐഫോൺ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് വിദഗ്ധ സംഘം അടക്കം അതെത്തി കൃത്യമായ പരിശോധന നടത്തും. എന്തായാലും സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് ഹണി റോസിന്റെ രഹസ്യമൊഴി ഇന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ആയിരിക്കും തുറന്ന കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുക. BNS 75A 75-135 ഇങ്ങനെ 3 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ഥിരമായി ലൈംഗികാതിക്രമം നടത്തുന്നു. ഒപ്പം തന്നെ ശരീരത്തെ കടന്നു കയറാൻ ശ്രമിച്ചു നടക്കുന്ന ഗുരുതരമായ വകുപ്പുകളാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടകീയമായ രംഗങ്ങൾ കാണുന്ന സാക്ഷിയായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തുന്നത്. കൊച്ചിയിലെ ഡാൻസ് ഓഫ് ടീം ഒപ്പം തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബോബി ചെമ്മണ്ണൂരിന് പിടിയിലായിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാവുന്നത് പോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ നേരത്തെയും സമൂഹ മാധ്യമങ്ങളടക്കം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ലൈംഗികാധിക്ഷേപങ്ങളിലൂടെ ഒക്കെ തന്നെ നേരത്തെയും ഒരുപാട് തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതി ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പിടിയിലായിരിക്കുകയാണ്. ഇനി ഐഫോൺ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത, ഐഫോണിന്റെ അടക്കമുള്ള നിർണായകമായ തെളിവുകൾ, നടി നൽകിയ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ഈ അന്വേഷണം നടക്കുക. നാളെയോടുകൂടി എന്തായാലും അതിന് കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഉത്തരം ലഭിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ, നാളെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇനി ചോദ്യം ചെയ്യലാണ് പോലീസ് സ്റ്റേഷനിൽ തുടരും. നാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കസ്റ്റഡിയിൽ അപേക്ഷ കൂടി നൽകിയേക്കുമെന്ന സൂചനയുണ്ട്. അതേസമയം ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നായ മൊബൈൽ ഫോൺ അത് പരിശോധനയ്ക്കായി അയക്കും, ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കും എന്ന വിവരം കൂടി വരുന്നുണ്ട്. ആ മൊബൈൽ ഫോൺ ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്.